CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. സി അബ്ദുൽ ഖാദർ 10,207 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിലെ പാലാട്ട് റോഡ് 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJP സ്ഥാനാർത്ഥി സഞ്ജുമോൻ 361 വോട്ട് നേടി വിജയിച്ചു. ചെറുപ്പുളശ്ശേരി ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. 10,000 രൂപയും മദ്യക്കുപ്പികളുമാണ് നവംബർ മാസത്തിൽ മോഷണം പോയത്. ഇഷ്ടമുള്ള മദ്യം തിരഞ്ഞുപിടിച്ച് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. അട്ടപ്പാടിയിൽ നിന്ന് ധോണിയിലെത്തിച്ച കുഞ്ഞനാന ആരോഗ്യം വീണ്ടെടുക്കുന്നു. 1 മാസം പിന്നിടുമ്പോൾ ആനക്കുട്ടി ഉഷാറാണ്. വന്ന അന്നു മുതൽ ഇന്നുവരെ ശാന്തയാണ് തന്റെ കൺമണിയായ ആനക്കുട്ടിക്ക് കൂട്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. സി അബ്ദുൽ ഖാദർ 10,207 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. CPM-ലെ PK സുധാകരൻ മരിച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. 32,582 വോട്ട് പോൾ ചെയ്തതിൽ CPM-ലെ സി അബ്ദുൽ ഖാദർ 18,263 വോട്ട് നേടി. കോൺഗ്രസിലെ MP പ്രേംകുമാർ 8,056 വോട്ടും BJP-ലെ N മണികണ്ഠൻ 6,263 വോട്ടും നേടി. LDF സ്ഥാനാർത്ഥി CPM-ലെ സി അബ്ദുൽ ഖാദർ 10,207 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സി അബ്ദുൽ ഖാദർ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം, CPM ഏരിയ സെന്റർ അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന PK സുധാകരൻ മരിച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് ഇടതുമുന്നണി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. 30 സീറ്റുള്ള പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ നിലവിലെ കക്ഷിനില CPIM 20, CPI 3, NCP 1, ജനതാദൾ 2, കേരള കോൺഗ്രസ് 1, മുസ്ലിം ലീഗ് 2, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ്. CCN ചെറുപ്പുളശ്ശേരി. ഒറ്റപ്പാലം നഗരസഭയിലെ പാലാട്ട് റോഡ് 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJP സ്ഥാനാർത്ഥി സഞ്ജുമോൻ 361 വോട്ട് നേടി വിജയിച്ചു. പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം നടത്തി. BJP അംഗമായിരുന്ന K കൃഷ്ണകുമാരന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. വർഷങ്ങളായി BJPയുടെ കൈവശമുള്ള വാർഡിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ BJP സീറ്റ് നിലനിർത്തി. P സഞ്ജുമോനാണ് വിജയിച്ചത്. 192 വോട്ട് ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രവർത്തകർ ഒറ്റപ്പാലത്ത് വിജയാഹ്ലാദ പ്രകടനം നടത്തി. BJP സ്ഥാനാർത്ഥി സഞ്ജുമോൻ 368 വോട്ടും LDF സ്ഥാനാർത്ഥി NM നാരായണൻ നമ്പൂതിരി 169 വോട്ടും UDF സ്ഥാനാർത്ഥി CK രാധാകൃഷ്ണ മേനോൻ 77 വോട്ടുമാണ് നേടിയത്. CCN ഒറ്റപ്പാലം. അട്ടപ്പാടിയിൽ നിന്ന് ധോണിയിലെത്തിച്ച കുഞ്ഞനാന ആരോഗ്യം വീണ്ടെടുക്കുന്നു. 1 മാസം പിന്നിടുമ്പോൾ ആനക്കുട്ടി ഉഷാറാണ്. വന്ന അന്നു മുതൽ ഇന്നുവരെ ശാന്തയാണ് തന്റെ കൺമണിയായ ആനക്കുട്ടിക്ക് കൂട്ട്. കൺമണിയെന്ന് ശാന്ത തികച്ചു വിളിക്കേണ്ട അവൾ ഓടിയെത്തും. ശാന്തയുടെ പരിചരണത്തിൽ കൺമണി ജീവിച്ചു തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ആനക്കുട്ടി ധോണി ക്യാമ്പിലെത്തിയപ്പോൾ എത്ര നാൾ അതിജീവിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശാന്തയുടെ പരിചരണവും വനംവകുപ്പിന്റെ കരുതലും അത്രമേലായിരുന്നു. പാലു മാത്രമാണ് ഭക്ഷണമായി നൽകുന്നത്. അത്യാവശ്യത്തിന് കുറച്ചു മരുന്നുകളുമുണ്ട്. ശരീരത്തിലെ മുറിവ് ഉണങ്ങിത്തുടങ്ങി. അമ്മ അടുത്തില്ലെന്ന വിഷമമെല്ലാം വളർത്തമ്മയായ ശാന്ത എന്നെ മാറ്റിയിരുന്നു. CCN കടമ്പഴിപ്പുറം.
ചെർപ്പുളശ്ശേരി ബീവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. 10,000 രൂപയുടെ മദ്യക്കുപ്പികളാണ് നവംബർ മാസത്തിൽ മോഷണം പോയത്. ഇഷ്ടമുള്ള മദ്യം തിരഞ്ഞുപിടിച്ച് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. ബീവറേജ് കെട്ടിടത്തിലെ ചെറിയ ലോഹ പ്ലേറ്റുകൾ ഇളക്കി മാറ്റി അകത്തു കയറി. അടുക്കി വെച്ചിരിക്കുന്ന മദ്യക്കുപ്പിക്ക് സമീപത്തെ CCTV കണ്ടപ്പോൾ ചെറു ചുവടുകൾ വെച്ചാണ് മോഷണം. ഹെൽമറ്റ് ധരിച്ച ഒരാളും മാസ്ക് വെച്ച മറ്റൊരാളും ചേർന്ന് ലോഹപ്ലേറ്റ് ചെറു ചുറ്റിക്കുപയോഗിച്ചാണ് ഇളക്കി മാറ്റുന്നത്. മോഷണം നടന്നിട്ട് മാസം 1 കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പ്രതികൾ നീല നിറത്തിലുള്ള സ്കൂട്ടർ ഉപയോഗിച്ചതായും പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുന്നവർ ചെർപ്പുളശ്ശേരി പോലീസിൽ ബന്ധപ്പെടണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. CCN ചെർപ്പുളശ്ശേരി. ആവേശ പോരാട്ടത്തോടെ ചെർപ്പുളശ്ശേരി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. ഫൈനൽ മത്സരത്തിൽ KMG മാവൂർ വിജയിച്ചു. സപാൻ കോട്ടക്കലിനെതിരെ 1-3 ഗോൾ നേടിയാണ് KMG മാവൂർ കിരീടം ചൂടിയത്. മത്സരത്തിന് സാക്ഷ്യമായിക്കാൻ മാന്യ ഫുട്ബോൾ പ്രേമികൾക്ക് CSAയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇരു ടീമുകളും മുഖ്യ അതിഥികൾ നിറഞ്ഞ ഗാലറിയിലാണ് ഫൈനൽ മത്സരം നടന്നത്. വാശിയേറിയ മത്സരത്തിൽ സപാൻ കോട്ടക്കലിനെതിരെ 1-3 ഗോൾ നേടിയാണ് KMG മാവൂർ കിരീടം ചൂടിയത്. സമാപന പരിപാടി പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രൗണ്ടിനെ നോക്കുമ്പോൾ വേണ്ടി കാണാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് ഒരു മാസക്കാലമായി ചെർപ്പുളശ്ശേരിക്കാർക്ക് വളരെ ആവേശപൂർവ്വം മത്സരം കാഴ്ചവെച്ച ഇതിൻ്റെ സംഘാടകരോട് എല്ലാ തരത്തിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഈ ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരത്തെ നിങ്ങൾ നോക്കിക്കാണണം, വിജയിപ്പിക്കണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സഹായവും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നൈന ഫെബിൻ അവതരിപ്പിച്ച സംഗീത വിരുന്നും നടന്നു. കൈയടിച്ചാൽ എന്ത് രസമായിരിക്കുന്നതാണ് ഞാനാലോചിക്കുന്നത്. കാരണം ഗോളടിക്കുന്ന കൈയടികളും വീഴുന്നതാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചുള്ള പാടുന്നതിലും ആടുന്നതിലും കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കണേ. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിജയികൾക്കുള്ള ട്രോഫികൾ കൈമാറി.
സുലഭ നിർഭരമായ ധന്യമുഹൂർത്തം KMC മാവൂരിന്റെ മുഴുവൻ പ്ലേയേഴ്സിനെയും ക്ഷണിക്കുന്നു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് താലപ്പൊലി വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി വൈഷ്ണവ് കാർമ്മികനാകും. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നാരായണമംഗലത്ത് വലിയ നാരായണൻ ഭട്ടത്തിരി കാർമ്മികനാകും. വൈകിട്ട് മാണിക്യപ്പറമ്പ് വേല, നെടുമ്പാറക്കളം വേല, കിഴക്ക് പടിഞ്ഞാറ് എന്നിവയുടെ സംഗമവും ഉണ്ടാകും. ശിങ്കാരിമേളം, തിറാപൂതൻ, ആനകൾ, ചെണ്ട, മറ്റ് കലാരൂപങ്ങൾ എന്നിവയോടെ വേലവരവും നടക്കും. ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് നെടുമ്പാറക്കളം, മാണിക്യപ്പറമ്പ് എന്നീ വേലകളും ഇടതുവശത്ത് കിഴക്കൻ വേല, പടിഞ്ഞാറൻ വേല എന്നിവയും സംഗമിക്കും. പ്രദക്ഷിണം വെച്ച് വേല പിരിഞ്ഞതിനു ശേഷം രാത്രി കല്ലൂർ രാമൻകുട്ടിമാരാർ അവതരിപ്പിക്കുന്ന തായമ്പകയും നടക്കും. ശനിയാഴ്ച രാവിലെ നടന്ന മഞ്ഞൾപ്പൊടി തുവൽ ചടങ്ങോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് നാടൻപാട്ടുണ്ടാകും. ക്ഷേത്രത്തിൽ ആഘോഷത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് MN മധുസൂദനൻ അറിയിച്ചു. രാവിലെ 4 മണിക്ക് നട തുറക്കും. അതിനുശേഷം നിർമ്മാല്യം ഗണപതി ഹോമം ഉണ്ടാവും. ഗണപതി ഹോമം കഴിഞ്ഞ് ഉഷപൂജ. അതിനുശേഷം ഉച്ചയ്ക്ക് ക്ഷേത്രം തന്ത്രി നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജ നടത്തുന്നതാണ്. ശേഷം വൈകുന്നേരം 5 മണിക്ക് ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം 6 മണിക്ക് ദീപാരാധന വരുന്നവരെ ക്ഷേത്ര വേലകളുടെ വാദ്യഘോഷങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം 6 മണിക്ക് ദീപാരാധനയ്ക്ക് നട അടച്ചാൽ 6:30 വരെ ദീപാരാധന ഉണ്ടായിരിക്കും. ദീപാരാധനയ്ക്ക് ശേഷം വേലകൾ ക്രമപ്രകാരം ക്ഷേത്ര പ്രദർശനം കഴിച്ച് വൈകുന്നേരം രാത്രി 8:30 എല്ലാ വേലകളും പിരിഞ്ഞു പോകും. അതുപോലെ പകൽ പൂരം അവസാനിക്കും. അതിനുശേഷം അത്താഴപൂജ 9:30 അത്താഴപൂജ ഉണ്ടായിരിക്കും. രാത്രി 10 മണിക്ക് തായമ്പക ഉണ്ട്. കല്ലൂർ രാമൻകുട്ടിമാരാറും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക. അതിനുശേഷം രാത്രി 1 മണിക്ക് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിക്കും. വിശദീകരണ യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി K ഗോവിന്ദൻകുട്ടി, വൈസ് പ്രസിഡന്റ് K ശിവദാസൻ, കമ്മിറ്റി അംഗങ്ങളായ K മോഹനൻ, P വിജയൻ തുടങ്ങിയവരും മാതൃസമിതി അംഗങ്ങളും മറ്റ് ഭക്തരും പങ്കെടുത്തു. തുടർന്ന് മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച ഭജനയും ഉണ്ടായി. CCN ചെത്തല്ലൂർ. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി കടമ്പഴിപ്പുറം ചെന്തിരിക്കോട് കോളനിയിൽ യോഗം ചേർന്നു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയും ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് അംബേദ്കർ കോളനി പദ്ധതി എന്ന നിലയിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഉദ്ദേശിക്കുന്നത് പട്ടികജാതി ജനവിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന കോളനികൾ, ആ കോളനികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും മെച്ചപ്പെടുത്താനും കഴിയണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 33 വീടുണ്ട്. 1 കോടി ഉറുപ്പ്യ അനുവദിച്ചു. എന്നാൽ എല്ലാ വീടിനും ഒരു 3 ലക്ഷം ഉറുപ്പ്യ വീടിൻ്റെയൊക്കെ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് 33 × 3 99 ലക്ഷം അങ്ങനെ പൂർത്തിയാക്കാനല്ല ഈ പദ്ധതി. 1 കോടി രൂപ ചിലവിൽ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ചെന്തിരിക്കോട് കോളനിയിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് പ്രദേശവാസികളുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നടപ്പിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. K ശ്രീലത, സുരേഷ് ബാബു, C ബാലകൃഷ്ണൻ, C കൃഷ്ണൻകുട്ടി, ശ്രീനിവാസൻ, സന്തോഷ്, സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. നാട്ടുകൾ തള്ളച്ചിറ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രത്തിലെ വൃശ്ചിക മാസത്തിലെ താലപ്പൊലി ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങ് നടന്നത്. തള്ളച്ചിറ, നാട്ടുകൾ, മാണിക്യപ്പറമ്പ് എന്നീ വിവിധ ദേശങ്ങളിൽ നിന്നായി ഭക്തരെത്തി നിവേദ്യം പുത്തൻകളത്തിൽ സ്വയം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിച്ചു. ഭക്തർ ഇഷ്ടിക കൊണ്ട് അടുപ്പ് കൂട്ടി മേൽശാന്തി അടുപ്പ് കൊളുത്തിയ ശേഷം അതിൽ നിന്നാണ് മറ്റടുപ്പുകളിലേക്ക് തീ കത്തിച്ചത്. ക്ഷേത്രത്തിലെ വൃശ്ചിക മാസത്തിലെ താലപ്പൊലി ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങ് നടന്നത്. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി വൈഷ്ണവ് തിരുമേനി കാർമ്മികനായി. ഭഗവതി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് താലപ്പൊലി ഡിസംബർ 15 നടക്കും. CCN ചത്തല്ലൂർ. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഡിസംബർ 15 വെള്ളിയാഴ്ച മണ്ണാർക്കാട് സ്വീകരണം നൽകും.
ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഉടൻ നടപ്പാക്കുക, ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ ക്രൈസ്തവർക്കായി ഫിനാൻസ് കോർപ്പറേഷൻ രൂപീകരിക്കുക, അർഹരായവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുക, ക്രൈസ്തവ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സംരംഭകത്വ പരിശീലന പദ്ധതികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിജീവന യാത്ര നടത്തുന്നത്. പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയെ MES സ്കൂൾ പരിസരത്ത് നിന്ന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ആനയിക്കുകയും ടൗൺ പ്രസാദ മാതാ പള്ളിക്ക് എതിർവശത്തുള്ള കുഡു കോംപ്ലക്സ് ഗ്രൗണ്ടിൽ വെച്ച് സ്വീകരണം നൽകുകയും ചെയ്യും. പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയെ MES സ്കൂൾ പരിസരത്ത് നിന്ന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ആനയിക്കുകയും ടൗൺ പ്രസാദ മാതാ പള്ളിക്ക് എതിർവശത്തുള്ള കുഡു കോംപ്ലക്സ് ഗ്രൗണ്ടിൽ വെച്ച് സ്വീകരണം നൽകുകയും ചെയ്യും. പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും. രൂപത ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തും. ജനറൽ കൺവീനർ അജോ വട്ടുകുന്നേൽ സ്വാഗതം ആശംസിക്കും. ജാഥ ക്യാപ്റ്റനായ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നതിലും കാരാർപ്പണം സ്വീകരിച്ച ശേഷം മറുപടി പ്രസംഗം നടത്തും. വാർത്താ സമ്മേളനത്തിൽ മണ്ണാർക്കാട് ഫെറോന ഡയറക്ടർ ഫാദർ രാജു പുളിക്കത്താഴെ, രൂപത ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിൽ, രൂപത പ്രസിഡന്റ് തോമസ് ആന്റണി, രൂപത കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബോബി പൂവത്തിങ്കൽ, ജനറൽ കൺവീനർ അജോ വട്ടുകുന്നേൽ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. സ്കീം വർക്കേഴ്സ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മലപ്പുറം CITU ഓഫീസിൽ നിന്നും മലപ്പുറം GST ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 28,000 രൂപയാക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കീം വർക്കേഴ്സ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സമരം CITU മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. 57,400 കോടി രൂപ ഇത് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നു. ഈ പട്ടിക കിടക്കുന്ന മനുഷ്യന്റെ തരണം എന്നല്ല രാജ്യസഭയിൽ പറയുന്നത്, ലോക്സഭയിൽ പറയുന്നത്. അതാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട 18 എത്തിയവാനുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെന്റ് പണി എന്താ? രാജ്യത്തെ എല്ലാം വിറ്റു തുലക്കുക, രാജ്യത്ത് ഭരണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ചുമതല. മറ്റെല്ലാം നടത്തേണ്ടത് കച്ചവടക്കാരാണ്, അതിസമ്പന്നരാണ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി C രജിത അധ്യക്ഷയായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം P പത്മജ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. തൂത പൗരാവലിയുടെ നേതൃത്വത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. കവിത വെങ്ങാട് ജേതാക്കളായി. 21ഓളം ടീമുകൾ കളിമൈതാനിയോട് വിട പറഞ്ഞ അവസാന 16 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. 29 കായിക താരങ്ങളിൽ നിന്ന് 147 കായിക താരങ്ങൾ വിട പറഞ്ഞു. അവസാന 112 കായിക താരങ്ങളുമായി പടക്കളം മുന്നോട്ട് പോകുമ്പോൾ ആരാധ്യം ക്വാർട്ടർ ഫൈനലിൽ യോഗ്യതയുറപ്പിച്ച് കടന്നു പോകുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ കോഴിക്കോടിന്റെ പടയണിക്കോലങ്ങൾ അവസാന വരയിലേക്ക് നീലക്കുപ്പായക്കാർ ചലഞ്ച് വീട്ടിക്കാടിന്റെ പോരാളികൾ ചുവടുകൾ ഉറപ്പിച്ച് കടന്നു പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, അവസാന 8 അടിയിൽ നിന്നും എതിരാളിക്കൊരു തിരിച്ചടി സമ്മാനിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന പടക്കളത്തിന്റെ അവസാന വരയും തൊട്ട് ചെറുപ്പുളശ്ശേരി അടയ്ക്കാപുത്തൂർ ശേഖരപുരം ധന്വന്തരി ക്ഷേത്രത്തിൽ അഷ്ടഹോത്സവം ഈ മാസം 16 മുതൽ 23 വരെ നടക്കും. 8 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും കഥകളി, ചാക്യാർകൂത്ത് തുടങ്ങി വിശേഷാൽ പൂജകളും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 16-ന് രാത്രി 7-ന് കൊടിയേറും. തന്ത്രി ഇക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട് കാർമികനാകും. 7:30 മുതൽ ഭരതനാട്യം അരങ്ങേറും. 15-ന് വൈകിട്ട് 5-ന് ശുദ്ധിക്രിയകൾ തുടങ്ങും. രാത്രി 7 മുതൽ തിരുവാതിരക്കളിയും ഭക്തിഗാന സുധയും ഉണ്ടാകും. നിത്യേന സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും. ശേഖരപുരം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ധന്വന്തരിയാണ് മെയിൻ പ്രതിഷ്ഠ. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ വല്ലഭ ഗണപതി ഭാര്യാസമേതനായിട്ടുള്ള ഗണപതിയാണ് ഉപപ്രതിഷ്ഠയിൽ പ്രധാനം. പിന്നെ നിത്യം ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉത്സവമായിട്ട് പ്രത്യേകം ഉണ്ടാവും. പിന്നെ മുക്കടി നിവേദ്യം, മുക്കടി ഒരു ഔഷധമാണല്ലോ. അപ്പോൾ അത് നമ്മൾ രാവിലെ തൊഴാൻ പോകുമ്പോൾ എന്നും മുക്കടി കൊടുക്കുന്നുണ്ട് തീർത്ഥത്തിന് പകരം. പിന്നെ ധർമ്മശാസ്താവ്, അതും ദമ്പതി സമേതനായിട്ട് പൂർണ്ണ പുഷ്കല ദമ്പതികൾ, പൂർണ്ണ പുഷ്കലയോട് കൂടിയിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ. പിന്നെ
നാഗപ്രതിഷ്ഠ ഉണ്ട്, അതും ദമ്പതിയോട് കൂടിയിട്ടാണ്. ബ്രഹ്മരക്ഷസ് ഉണ്ട്, അതും ദമ്പതിയോട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള സർവ പ്രതിഷ്ഠകളും എല്ലാം ദമ്പതി സമേതമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. പിന്നെ അതിന് പുറമെ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ഊരാളന്മാരായിട്ടുള്ള ധർമ്മോത്തുമണിക്കരുടെ പരദേവതയായിട്ടുള്ള ശ്രീവിളയനാടമ്മയുടെ ഒരു ഉപക്ഷേത്രമുണ്ട് അവിടെ. 17 നൃത്തപരിപാടി, 18 ചാക്യാർകൂത്ത്, 19 ഭക്തി പ്രഭാഷണം, 20 പുറപ്പാട്, കുചേലവൃത്തം, കഥകളി, 21 നൃത്തനൃത്യങ്ങൾ, തായമ്പക എന്നിവയുമുണ്ടാകും. 22 പള്ളിവേട്ടയും 23 പഞ്ചവാദ്യത്തോടെ ആറാട്ടെഴുന്നള്ളിപ്പുമുണ്ടാകും. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. സി അബ്ദുൽ ഖാദർ 10,207 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിലെ പാലാട്ട് റോഡ് 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJP സ്ഥാനാർത്ഥി സഞ്ജു മോൻ 361 വോട്ട് നേടി വിജയിച്ചു. ചെർപ്പുളശ്ശേരി ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. 10,000 രൂപയും മദ്യക്കുപ്പികളുമാണ് നവംബർ മാസത്തിൽ മോഷണം പോയത്. ഇഷ്ടമുള്ള മദ്യം തിരഞ്ഞുപിടിച്ച് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. അട്ടപ്പാടിയിൽ നിന്ന് ധോണിയിലെത്തിച്ച കുഞ്ഞനാന ആരോഗ്യം വീണ്ടെടുക്കുന്നു. 1 മാസം പിന്നിടുമ്പോൾ ആനക്കുട്ടി ഉഷാറാണ്. വന്നന്നു മുതൽ ഇന്നുവരെ ശാന്തയാണ് തന്റെ കൺമണിയായ ആനക്കുട്ടിക്ക് കൂട്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.